എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിൽ പലരും ഗായത്രി മന്ത്രം വളരെ ശ്രദ്ധയോടുകൂടി നിത്യവും ജപിക്കുന്നവരാണല്ലോ. ചിലർ കുട്ടിക്കാലം മുതൽ തന്നെ ഈ അനുഷ്ഠാനത്തിലേക്ക് പ്രവേശിച്ചവരാണ്. മറ്റു ചിലർ മുതിർന്നപ്പോൾ പ്രവേശിച്ചവരാണ്. ചിലർ ഉപദേശങ്ങളൊന്നുമില്ലാതെയും സ്വേച്ഛയ ഗായത്രി മന്ത്രം തങ്ങളുടെ ഉപാസനയ്ക്കായി തിരഞ്ഞെടുത്തവരുമാണ്. ഇങ്ങനെ ഗായത്രി മന്ത്രം നിയമേന ഉപാസിക്കുന്നവർ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. പ്രഭാതത്തിൽ വേണം ഗായത്രി ജപിക്കാൻ. സൂര്യനുമായാണ് ഗായത്രിക്ക് ബന്ധം. കാരണം ഗായത്രി മന്ത്രത്തിന്റെ ദേവത സവിതാവാണ്. അങ്ങനെ വരുമ്പോൾ സവിതാവിന്റെ സാന്നിധ്യത്തിൽ വേണം ഗായത്രി മന്ത്രം ജപിക്കുവാൻ. ഈ ഒരു കാഴ്ചപ്പാടുള്ളവർ വിശേഷമായി വിധി നിഷേധങ്ങളെ പ്രാമാണികമായി അവതരിപ്പിക്കാറുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, രാത്രി ഗായത്രി മന്ത്രം ജപിക്കരുത്. ഇങ്ങനെയൊക്കെ ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഗായത്രി മന്ത്രം വേദങ്ങളുടെ അമ്മയാണ്, വേദജനനി എന്നാണ് ഗായത്രിക്ക് പറയുക. എല്ലാവർക്കും അറിയാം. അമ്മയെ, ഗായത്രിയെ അമ്മയായാണ് കാണുന്നത് എങ്കിൽ ഒരു കുഞ്ഞിന് തൻ്റെ അമ്മയെ വിളിക്കാൻ ഇന്ന സമയത്തെ വിളിക്കാവൂ എന്നിങ്ങനെ നിഷ്കർഷിക്കുന്നത് യുക്തിസംഗതമല്ല. ഗായത്രി അപ്പോ അമ്മയായാണ് ഗായത്രിയെ കാണുന്നത്, പരാശക്തിയായിട്ടാണ് ഗായത്രി കാണുന്നത് എങ്കിൽ നിയമങ്ങൾക്ക് പിന്നാലെ വല്ലാതെയൊന്നും പോകേണ്ട കാര്യമില്ല എന്നിങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ സൂര്യനുമായിട്ട് ഗായത്രിക്ക് എന്താ ബന്ധം? സവിതാവാണ് ഗായത്രിയുടെ ദേവത എന്ന് പറഞ്ഞു. സവിത എന്ന വാക്കിന്റെ അർത്ഥം സൂര്യൻ തന്നെയാണ്. ആ അർത്ഥത്തിൽ പലരും ഗായത്രിയെ സൂര്യഗായത്രി എന്ന് വിശേഷിപ്പിച്ച് വരാറുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, ഗായത്രി ഈശ്വരോപാസനയ്ക്ക് അഥവാ ബ്രഹ്മോപാസനയ്ക്കുള്ള മന്ത്രമാണ് എന്ന്. തീർച്ചയായും നമ്മുടെ തലയ്ക്ക് മുകളിൽ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ഈശ്വരനല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്നല്ലെങ്കിൽ നാളെ കത്തിത്തീരാൻ പോകുന്ന ഒരു പ്രതിഭാസം മാത്രമാണ് സൂര്യൻ. അപ്പോൾ അങ്ങനെ ഇന്നുണ്ട്, നാളെ ഇല്ലാതാവുന്ന ഒന്നിനെയല്ല നമ്മൾ ഉപാസിക്കുക. അപ്പൊ സൂര്യൻ എന്നൊരു വാക്ക് കേട്ടാൽ അത് പെട്ടെന്ന് ഈ തലയുടെ മുകളിൽ കാണുന്ന സൂര്യനാണ് എന്നങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. സൂര്യഗായത്രി എന്ന് ഗായത്രിയെ പറയാൻ കാരണം ഗായത്രി മന്ത്രത്തിന്റെ ദേവത സവിതാവാണ്. സവിതാവ് എന്ന വാക്കിനർത്ഥം സൂര്യനാണ്. ഈ അർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞു വരാറുള്ളത്. അപ്പോൾ ഒരു കാര്യം നിശ്ചയം, ഈ വീക്ഷണകോണിലൂടെ പോവുകയാണെങ്കിൽ ഗായത്രിയും സൂര്യനുമായി എന്തോ ബന്ധമുണ്ട്. പക്ഷെ ഗായത്രി ഈശ്വരോപാസനയാണെങ്കിൽ ഈ സൂര്യനല്ല ഇവിടെ വിവക്ഷ എന്നും നാം മനസ്സിലാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈശ്വരോപാസനയ്ക്ക് പകരം ജഡവസ്തുക്കളെ ഉപാസിക്കുന്നവരായി നാം മാറും. അത് ഋഷിമാർക്ക് സ്വീകാര്യമല്ല. ചൈതന്യത്തെ മാത്രമേ ഉപാസിക്കാൻ വിധിയുള്ളൂ, ജഡത്തെ അല്ല. ജഡത്തിലും ചൈതന്യത്തിലും ഒരുപോലെ നിറഞ്ഞു വർത്തിക്കുന്നത് ചൈതന്യമാണ് എന്നർത്ഥത്തിൽ എന്തിന്റെ മുമ്പിലും നമുക്ക് മസ്തകത്തെ അല്ലെങ്കിൽ നമുക്ക് തൊഴിൽ നിൽക്കാം, അതിന് വിരോധമില്ല. അപ്പൊ നമ്മളും ഗായത്രി ചൊല്ലുമ്പോൾ സൂര്യനെ സാക്ഷിയായി തന്നെയാണ് ഗായത്രി ജപിക്കാറുള്ളത്, സംശയമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ എന്താണ് ഈ ഗായത്രിയും സൂര്യനും തമ്മിലുള്ളൊരു ബന്ധം എന്ന് ചിന്തിക്കാവുന്നതാണ്. അതിന് അല്പം ഭാവനാത്മകമായ ഒരു ഉത്തരമാണ് ഗുരുക്കന്മാരിൽ നിന്നും നമുക്ക് പകർന്നു കിട്ടുക. സാധനാ ശരീരത്തെ, സൂക്ഷ്മ ശരീരത്തെ ബലപ്പെടുത്തുന്നതാണ് സാധന. അങ്ങനെ സാധനാ ശരീരം ബലപ്പെടുന്നതിന്റെ ഭാഗമായി ആത്മാവിനെ പൊതിഞ്ഞിരിക്കുന്ന ഓരോരോ ആവരണങ്ങൾ കാലക്രമേണ ക്ഷയിച്ച് ഇല്ലാതാവുകയും ആത്മപ്രകാശം സ്വതഃ പ്രഭാവത്താൽ പ്രകാശിക്കുകയും ചെയ്യും എന്നൊക്കെ യോഗം
യോഗമാർഗത്തിലൂടെ സാധന ചെയ്യുന്ന ഗുരുക്കന്മാർ നമ്മളോട് പറയാറുണ്ട്, ഗായത്രി തീർച്ചയായും യോഗസാധനയാണ്, ഗായത്രി തപസ്സാണ്. അങ്ങനെയുള്ള ഗായത്രിക്ക് സൂര്യനുമായി ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ അത് ഗൗരവത്തിൽ കാണേണ്ട ഒന്ന് തന്നെയാണ്. എളുപ്പം മനസ്സിലാവുന്നതിന് ഒരു ഉദാഹരണം പറയാം. സൂര്യൻ ഉദിച്ചാൽ മാത്രം വിടരുന്ന പുഷ്പം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും പറയാതെ താമരയാണ്, സംശയമൊന്നുമില്ല. അപ്പൊ സൂര്യൻ നല്ല പ്രഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് താമര നന്നായി വിടർന്ന് നിൽക്കും, അല്ലേ? ഏതുപോലെ എന്ന് പറഞ്ഞാൽ പുരാണത്തിലേക്ക് പോവുകയാണെങ്കിൽ ചതുർബാഹുവായ വിഷ്ണു ഗരുഡന്റെ പുറത്തേറി വന്നപ്പോൾ തൻ്റെ ഹൃദയം തന്നെ ഭഗവാന് സമർപ്പിക്കുന്നു എന്ന മട്ടിൽ താമരയെ പിടിച്ച്, താമരയെ കുളത്തിലെ താമരയെ ഒടിച്ചെടുത്ത് ഭഗവാന് സമർപ്പിച്ച ഗജേന്ദ്രന്റെ ചിത്രമൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിടർന്നിരിക്കുകയാണ്. ശരി, അപ്പോ സൂര്യന്റെ പ്രകാശത്തിൽ താമര വിടരുന്നു. ഇത് മനസ്സിൽ വെക്കണം. ഒരു സാധകൻ സാധന ചെയ്യുമ്പോൾ എന്ത് വിടരുവാൻ വേണ്ടിയാണ് സാധന? യോഗ പദ്ധതിയിലും താന്ത്രിക പദ്ധതികളിലും എന്തിന് വൈദിക പദ്ധതികളിലുമായാലും ശരി, സൂക്ഷ്മ ശരീരത്തിലുള്ള ചക്രങ്ങളെക്കുറിച്ച് പറയാറുണ്ട്, അഥവാ നാഡീകേന്ദ്രങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അഥർവവേദം പറയാറുണ്ട്, അഷ്ടാചക്ര നവദ്വാര ദേവാനം പൂരയോധ്യ എന്നൊക്കെ അഥർവം പറയുന്നുണ്ട്. അപ്പം മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം തുടങ്ങിയിട്ട് ഉള്ള ഓരോരോ നാഡീകേന്ദ്രങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഇതിൻ്റെ എല്ലാം അവസാനം നമ്മൾ എന്താ പറയാറുള്ളത്? ദ്വാദശാന്തം എന്നെല്ലാം പറയുന്ന സഹസ്രാരം തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. സഹസ്രാരം തന്നെ പറയാറുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നാ പറയാറുള്ളത്? സഹസ്രാരത്തിൽ പ്രാണൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്? 1000 ഇതളുകളുള്ള താമരയാണ്, അല്ലെ? 1000 ഇതളുകളുള്ള താമരയാണ് അവിടെ വിടരേണ്ടത്. ശരി, ആ 1000 ഇതളുകളുള്ള താമര സഹസ്രാര പത്മത്തിൽ വിടരണമെങ്കിൽ താമര വിടരാൻ ഒരു സൂര്യനെ ആവശ്യമാണ്. അപ്പോൾ സഹസ്രാര പത്മമാകുന്ന താമര വിടരണമെങ്കിൽ ഗായത്രിയാകുന്ന സൂര്യനെ ഉപാസിക്കണം. ഗായത്രിയാകുന്ന സൂര്യന്റെ പ്രഭാവത്തിലാണ് സഹസ്രാര പത്മമാകുന്ന താമര വിടരുന്നത്. ഇതാണ് ഗായത്രിയും സൂര്യനും തമ്മിലുള്ള ബന്ധം. യഥാർത്ഥത്തിൽ ഇവിടെ ഗായത്രി തന്നെയാണ് സൂര്യൻ. ഗായത്രി തന്നെയാണ് സൂര്യൻ. ആ ഗായത്രി എങ്ങനെയാണോ ഭൗതികമായ സൂര്യനും താമരയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതുപോലെയാണ് ഗായത്രിയാകുന്ന സൂര്യനും നമ്മുടെ ആധ്യാത്മിക ചേതനയുടെ ഉത്തുംഗ ശൃംഗമായ സഹസ്രാര പത്മവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നു പഠിച്ചാൽ എന്തുകൊണ്ടാണ് സൂര്യൻ ഉള്ളപ്പോൾ വേണം ഗായത്രി ജപിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് വളരെ ഭാവനാത്മകമായി നമ്മളോട് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം മറ്റൊരു സമയത്തൊത് ജപിക്കാൻ പാടില്ല എന്നുള്ളതല്ല. അപ്പോൾ ഇപ്പൊ നമുക്ക് അതിൻ്റെ സൗന്ദര്യ സങ്കല്പം എന്താണെന്ന് മനസ്സിലായി. നമുക്ക് തീരുമാനിക്കാം. ഇത് ഭൗതിക സൂര്യന് മാത്രമായിട്ടല്ല ബന്ധം, ആത്മസൂര്യനുമായിട്ടാണ് ഇതിന്റെ ബന്ധം. അങ്ങനെയെങ്കിൽ ആത്മസൂര്യന്റെ പ്രകാശനത്തിന് വേണ്ടിയിട്ട് സൂര്യനായ ഗായത്രിയെ സഹസ്രാര പത്മം വിടരുന്നതിനായി ഉപാസന ചെയ്തിരുന്നവരാണ് ഋഷീശ്വരന്മാർ. നാമും അവരുടെ പാത തന്നെയാണ് പിന്തുടരുന്നത്. ഗായത്രി ജപത്തെ കൊണ്ട്, ഗായത്രി ധ്യാനത്താൽ എല്ലാവരും ഈശ്വരിയെ നല്ലതുപോലെ അനുഭവിക്കുവാനുള്ള യോഗ്യത നേടുമാറാകട്ടെ എന്ന ഒരു ആശീർവചനം മാത്രം പറയുന്നു. എല്ലാവർക്കും നമസ്കാരം.